നിങ്ങൾക്ക് എന്തൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. ഈ മരുന്നൊക്കെ തീർന്നിട്ട് നിങ്ങളൊന്നും ഇതുവരെ കണ്ടില്ലേ? അത് എത്ര ദിവസമായി ഈ മരുന്നൊക്കെ തീർന്നിട്ട്? എന്നിട്ട് ഇപ്പോഴാണ് പറയുന്നത് രാത്രിയായപ്പോൾ മരുന്നില്ല, മേടിക്കണം, തീർന്നു പോയി. അമ്മേനെ വഴക്ക് പറയേണ്ട എന്താ കാര്യം? അവർക്കറിയോ മരുന്ന് തീർന്നു വാങ്ങണം എന്നൊക്കെ ഉള്ളത്? പിന്നെ അതായത് കഴിക്കുന്നവർക്ക് അറിഞ്ഞൂടെ തീർന്നെന്നുള്ളത്? സൊല്യൂഷൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സൊല്യൂഷൻ കണ്ടുപിടിച്ചോ. ഇത് കണ്ടോ, ഗൂഗിളിൽ 5 സ്റ്റാർ റിവ്യൂ ഉള്ള ഒരു ഫാർമസിയാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവര് മാസം അവസാനം മരുന്ന് കഴിയുന്ന ടൈമിൽ നമുക്ക് റിമൈൻഡർ കോൾ ചെയ്യും. അത് മാത്രമല്ല, വീട്ടിൽ മരുന്ന് എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ ഇനി അമ്മയ്ക്ക് മറന്നു പോകുന്ന ടെൻഷനേ വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, അതിച്ചനെല്ലൂരിലെ ട്രിനിറ്റി കമ്മ്യൂണിറ്റി ഫാർമസി. എന്താണ് AC? പൊതുവെ മെഡിക്കൽ ഷോപ്പിൽ AC കാണാറില്ലല്ലോ. ഇവിടെ മെഡിസിൻ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യണം, അതിന് വേണ്ടിയാണ്. ഓക്കെ, ഞാൻ അമ്മയ്ക്ക് കുറച്ച് മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതാണ്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ടോണിക്കിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ രൂപത്തിലാണ് അവർ ടൈമും കഴിക്കേണ്ട അളവൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഹോം ഡെലിവറി ഉണ്ടെന്ന് കേട്ടല്ലോ, അതെങ്ങനെയാ? ഉണ്ടല്ലോ, നമുക്ക് ഓൾ കേരള ഹോം ഡെലിവറി അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് കൊറിയർ സർവീസും ഉണ്ട്. കൂടാതെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഇവൈറ്റിൽ RX എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മെഡിസിൻ ഓർഡർ ചെയ്യാൻ പറ്റും. ഏത് മെഡിസിൻ ആയാലും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അത് ഓർഡർ ചെയ്യാം. അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ആപ്ലിക്കേഷൻ കൂടെ മനസ്സിലാക്കാം. നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ പേയ്മെൻ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ ഒരു ബില്ല് അതിന് അയച്ചു കൊടുക്കും. അപ്പം അത് ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതുവഴി പേയ്മെൻറ്റ് നേരിട്ട് ചെയ്യാം. വാട്സപ്പ് ത്രൂ പേയ്മെൻറ്റും ചെയ്യാം. ഓക്കെ. ഇത്രയും ഫെസിലിറ്റീസ് മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് മെഡിസിൻസ് വാങ്ങുമ്പോൾ 15 to 70% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രിനിറ്റി കമ്മ്യൂണിറ്റി ഫാർമസിയുടെ ലൊക്കേഷൻ വരുന്ന അതിച്ചനല്ലൂരാണെങ്കിലും കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഡെലിവറി അവൈലബിൾ ആണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ.